ബംഗാൾ രാഷ്ട്രീയത്തിലെ ഈ നിർണായക മാറ്റത്തെ വിശകലനാത്മകമായും വാർത്താ പ്രാധാന്യത്തോടെയും ഇതിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു. ടാഗോറിന്റെ മണ്ണിൽ ബിജെപി യുഗം, മമതയെ വീഴ്ത്തിയ ചാണക്യൻ, സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത ചരിത്രം കുറിച്ച് ബിജെപി നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കിഴക്കൻ ഇന്ത്യയിലെ ഈ നിർണായക സംസ്ഥാനത്ത് ആദ്യമായി താമര വിരിഞ്ഞപ്പോൾ കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവേശക്കടലായി മാറി. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ ആർ. എൻ. രവി സുവേന്ദു അധികാരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭാരതീയ സംസ്കാരത്തിന്റെയും ബംഗാളിന്റെയും പ്രതീകമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മവാർഷിക ദിനത്തിൽ മെയ് 9 തന്നെ സത്യപ്രതിജ്ഞ നടന്നത് ബിജെപിയുടെ സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. പോരാട്ടവീര്യത്തിന്റെ വിജയം. ഭവാനിപൂരിൽ വീണ മമത. തൃണമൂൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റും മമതാ ബാനർജിയുടെ തട്ടകവുമായ ഭവാനിപൂരിൽ അവരെ 10,000-ത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സുവേന്ദു തന്റെ ശപഥം നിറവേറ്റിയത്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടിയാണ് ബിജെപി വൻ വിജയം കൊയ്തത്. മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവിലേക്കുള്ള സുവേന്ദുവിന്റെ മാറ്റം ബംഗാൾ രാഷ്ട്രീയത്തിലെ അത്യപൂർവമായ അധ്യായമാണ്. മന്ത്രിസഭയിലെ പ്രമുഖർ. സുവേന്ദു അധികാരിയോടൊപ്പം 6 പ്രമുഖ നേതാക്കളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അഗ്നിമിത്ര പോൾ, നിസിത് പ്രമാണിക്, ദിലീപ് ഘോഷ് തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ യാത്ര. നന്ദിഗ്രാം മുതൽ മുഖ്യമന്ത്രി പദം വരെ. 1970-ൽ പൂർവ്വ മേദിനിപൂരിലെ കാന്തിയിൽ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച സുവേന്ദുവിന് ഇപ്പോൾ 55 വയസ്സാണ്. പിതാവ് ശിശിർ അധികാരി UPA സർക്കാരിലെ മുൻ കേന്ദ്രമന്ത്രിയും തൃണമൂലിന്റെ കരുത്തനുമായിരുന്നു. 1995-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ കാന്തി നഗരസഭാംഗമായി തുടക്കം. തൃണമൂൽ കാലം. 1998-ൽ തൃണമൂൽ രൂപീകരണത്തോടെ മമതയുടെ വലംകൈയായി. നന്ദിഗ്രാം സമരം. 2007 ഇടതുപക്ഷത്തിന്റെ പതനത്തിന് വഴിയൊരുക്കിയ നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരത്തിന്റെ ബുദ്ധികേന്ദ്രം സുവേന്ദു ആയിരുന്നു. 34 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിക്കാൻ മമതയെ സഹായിച്ചതും ഈ പോരാട്ടമായിരുന്നു. 2009-2014 വർഷങ്ങളിൽ എംപിയായും 2016-ൽ സംസ്ഥാന ഗതാഗത ജലസേചന മന്ത്രിയായും പ്രവർത്തിച്ചു. വഴിത്തിരിവായ 2020 TMC വിട്ട് ബിജെപിയിലേക്ക്. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ പാർട്ടിയിലെ അമിത സ്വാധീനത്തിലും കുടുംബവാഴ്ച രാഷ്ട്രീയത്തിലും പ്രതിഷേധിച്ചാണ് 2020 ഡിസംബറിൽ സുവേന്ദു ബിജെപിയിൽ ചേർന്നത്. അന്ന് അമിത് ഷായുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി. 2021-ൽ നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചതോടെ അദ്ദേഹം ബിജെപിയുടെ അനിഷേധ്യ നേതാവായി. പ്രവർത്തനശൈലി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. മമതയുടെ ലളിത ബിംബമായ വെള്ള സാരി, റബ്ബർ ചെരുപ്പ് എന്ന ശൈലിക്ക് ബദലായി ലളിതമായ കുർത്ത ധരിച്ചാണ് സുവേന്ദു എത്തിയത്. എന്നാൽ ശൈലിയിൽ അദ്ദേഹം തീവ്രതയുള്ള നേതാവാണ്. അഗ്രസീവ് നിലപാടുകൾ, എതിരാളികളോട് വിട്ടുവീഴ്ചയില്ലാത്ത അടിക്ക് തിരിച്ചടി എന്ന നയമാണ് അദ്ദേഹം പിന്തുടരുന്നത്. സംഘടനാ മികവ്. തൃണമൂലിന്റെ അടിത്തട്ടിലെ തന്ത്രങ്ങൾ കൃത്യമായി അറിയാവുന്നത് ബിജെപിക്ക് കരുത്തായി. ഹിന്ദുത്വ രാഷ്ട്രീയം. പരസ്യമായ ഹിന്ദുത്വ നിലപാടുകളും പ്രാദേശിക വികാരങ്ങളും കോർത്തിണക്കിയാണ് സുവേന്ദു തന്റെ അടിത്തറ ഭദ്രമാക്കിയത്. വെല്ലുവിളികൾ നിറഞ്ഞ ഭാവിയും കാവ്യനീതിയും. മമത ബാനർജിയുടെ രാഷ്ട്രീയ ഉദയത്തിന് ചാലകശക്തിയായി നിന്ന അതേ വ്യക്തി തന്നെ അവരുടെ പതനത്തിനും കാരണമായി എന്നത് രാഷ്ട്രീയത്തിലെ കാവ്യനീതിയായി വിലയിരുത്തപ്പെടുന്നു. തകർന്നടിഞ്ഞ ക്രമസമാധാന നില വീണ്ടെടുക്കുക, വ്യാവസായിക വികസനം കൊണ്ടുവരിക, തൃണമൂലിന്റെ ശക്തമായ പ്രതിരോധത്തെ നേരിടുക എന്നിവയാകും പുതിയ മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ. ബംഗാൾ ഇനി അധികാരി ഭരണത്തിന് കീഴിൽ പുതിയൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ്. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ മുഴങ്ങിയ ജയ് ശ്രീറാം വിളികൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ